നമസ്കാരം, തൊഴിൽ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അപ്രന്റീസ് ട്രെയിനി വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം 1000-ഓളം ഒഴിവുകൾ വരുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അതുപോലെ ITI കഴിഞ്ഞവർക്കും ഒക്കെ നിരവധി ട്രേഡുകളിലേക്ക് ഈ വേക്കൻസിയിൽ അപേക്ഷിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു അപ്രന്റീസ് ട്രെയിനി തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അതിനു മുൻപ് തൊഴിൽ മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, അത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ഇപ്പോൾ ഈ അപ്രന്റീസ് ട്രെയിനികളെ വിളിച്ചിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ നമ്പർ APP/0/2020 എന്ന നോട്ടീസ് നമ്പറിലാണ് ഇപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അതുപോലെ ITI കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, https:/pbicf.in. അപ്പോൾ ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഈ വേക്കൻസികൾ എന്തൊക്കെയാണെന്നും അതിന്റെ ക്രൈറ്റീരിയസ് നോക്കാം. ഓൺലൈനായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു തുടങ്ങിയിരിക്കുന്നത് 4/9/2020 മുതലാണ്. ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി 25/9/2020. അപ്പോൾ അപേക്ഷിക്കാനുള്ള ആളുകൾ ഇങ്ങനെയുള്ള അപ്രന്റീഷിപ്പിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ 25/9/2020 മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഫ്രഷേഴ്സ് എന്ന കാറ്റഗറിയും അതുപോലെ XITI എന്ന കാറ്റഗറിയും. അപ്പം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഫ്രഷേഴ്സ് എന്ന കാറ്റഗറിയിലുള്ള വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ ITI ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ITI കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് XITI എന്ന കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാം. അപ്പൊ ഫ്രഷേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർപ്പൻറ്റർ മൊത്തം 40 വേക്കൻസി ഉണ്ട്, XITIയിൽ 40 വേക്കൻസി തന്നെയാണ്. ഇലക്ട്രീഷ്യൻ ഫ്രഷേഴ്സിൽ 80 വേക്കൻസി, XITIയിൽ 120 വേക്കൻസികളുണ്ട്. ഫിറ്ററിൽ 120 വേക്കൻസി ഫ്രഷേഴ്സിലും അതുപോലെ 140 വേക്കൻസി XITIയിലുണ്ട്. മെഷീനിസ്റ്റിൽ ഫ്രഷേഴ്സിൽ 40 വേക്കൻസിയാണ്, XITIയിലും 40 വേക്കൻസിയാണ്. പെയിന്റർ തസ്തികയിൽ 40 വേക്കൻസി ഫ്രഷേഴ്സിനുണ്ട്, അതുപോലെ തന്നെ XITIക്കും 40 വേക്കൻസി ഉണ്ട്. വെൽഡർ തസ്തികകളിലെ ഫ്രഷേഴ്സിന് 160 വേക്കൻസി, അതുപോലെ XITIയിൽ 130 വേക്കൻസി. മൊത്തം വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിന് 480 വേക്കൻസികളും അതുപോലെ XITIക്ക് 510 വേക്കൻസികളുമാണ് ഉള്ളത്. MLT റേഡിയോളജി, MLT പത്തോളജി ഇങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് മൊത്തം ഫ്രഷേഴ്സിന് 8 വേക്കൻസികളും അതുപോലെ XITIക്ക് 2 വേക്കൻസികളും ഉണ്ട്. 10ാം ക്ലാസ്, +2 അല്ലെങ്കിൽ ITI എന്നീ യോഗ്യതകളല്ലാതെ എഞ്ചിനീയറിംഗ്, ഡിഗ്രി, ഡിപ്ലോമ എന്നുള്ളവർക്കൊന്നും അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നതിനകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിന്റെ മാർജിൻ ഡേറ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നത് 1/10/2020 ആയിരിക്കും. അപ്പം 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തിന്റെയും അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തിന്റെയും ഇപ്പം പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി PWD പേഴ്സൺസിന് 10 വർഷത്തിന്റെയും ഏജ് റിലാക്സേഷൻ ലഭിക്കും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. XITI തസ്തികകളിലേക്കുള്ള ഫിറ്റർ, ഇലക്ട്രീഷ്യൻ ആൻഡ് മെഷീനിസ്റ്റ് തസ്തികകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 50% മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ NCVT അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള ITI സർട്ടിഫിക്കറ്റ്, ബന്ധപ്പെട്ട ട്രേഡിലോ ഫിറ്ററിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനിലോ മെഷീനിസ്റ്റിലൊക്കെ ITI സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പീരീഡ് ഓഫ് ട്രെയിനിങ് വന്നിട്ട് 1 വർഷമായിരിക്കും. കാർപ്പൻറ്റർ, പെയിന്റർ, വെൽഡറിനും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. 10ാം ക്ലാസ് 50% മാർക്കിൽ പാസ്സായിരിക്കുക, അതുപോലെ തന്നെ NCVT സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ITIയിൽ നിന്നും ബന്ധപ്പെട്ട ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കണം. കാലാവധി പറയുന്നത് 1 വർഷമായിരിക്കും. ഇനി ഫ്രഷേഴ്സ് കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ ആൻഡ് മെഷീൻസ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് ആയിരിക്കണം. 50% മാർക്കിൽ കുറയാതെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇവർക്ക് ട്രെയിനിങ് പീരീഡ് 2 വർഷമായിരിക്കും. അതുപോലെ കാർപ്പൻറ്റർ, പെയിന്റർ തസ്തികയ്ക്കും 10ാം ക്ലാസ് തന്നെയാണ് പറയുന്നത്. 50% കുറയാതെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇതിന്റെയും ട്രെയിനിങ് കാലാവധി 2 വർഷമാണ്. വെൽഡർ തസ്തികയ്ക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് സെയിം തന്നെയാണ്. ഇതിന്റെ പീരീഡ് ഓഫ് ട്രെയിനിങ് വന്നിട്ട് 1 വർഷം 3 മാസമായിരിക്കും. അതുപോലെ MLTയിൽ, റേഡിയോളജി പത്തോളജിയിലൊക്കെ MLTയിൽ അപേക്ഷിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ആണ്. അപ്പം +2 ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജിയിൽ +2 ഉണ്ടായിരിക്കണം. ഇവരുടെ പീരീഡ് ഓഫ് ട്രെയിനിങ് 1 വർഷം 3 മാസമായിരിക്കും. അപ്രന്റീസ് ട്രെയിനിക്ക് ലഭിക്കുന്ന സ്റ്റൈഫൻഡിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷേഴ്സ് 10ാം ക്ലാസ് ഉള്ള ആളുകൾക്ക് 6000 രൂപയായിരിക്കും ഒരു മാസം കിട്ടുക. അതുപോലെ തന്നെ ഫ്രഷേഴ്സ് +2 ഉള്ള ആളുകൾക്ക് 7000 ആയിരിക്കും മാസം കിട്ടുക. അതുപോലെ XITIക്കും 7000 രൂപയായിരിക്കും കിട്ടുക. മുകളിൽ പറഞ്ഞ ട്രേഡുകളിൽ ITI പാസ്സായി നിൽക്കുന്ന ആളുകൾക്ക്, അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, താല്പര്യമുള്ളവർക്കൊക്കെ തന്നെ
25/9/2020 മുൻപായിട്ട് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് pbicf.in. ICFന്റെ വെബ്സൈറ്റ് ആണ് pbicf.in. അപ്പോൾ ഈ വെബ്സൈറ്റ് മുഖേനയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്രന്റീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾ 100 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. SC/ST, PWD, വുമൺ കാൻഡിഡേറ്റ്സ് ഒന്നും തന്നെ ഫീസ് അടയ്ക്കേണ്ടതില്ല. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വേക്കൻസിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലൊക്കെ ഇതുപോലെ അപ്രന്റീസ് ട്രെയിനിങ് വിഭാഗത്തിൽ സെലക്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള കരിയറിന് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു അവസരം എത്തിക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം. തൊഴിൽ മലയാളം എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു തൊഴിലവസരത്തിന്റെ വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.